റെയിൻ, ദ ഓൺലി തെറാപ്പി ഐ ക്യാൻ അഫോർഡ് ദീസ് ഡേയ്സ്. നല്ലൊരു വൈകുന്നേരം, നല്ല മഴ, സുന്ദരമായ കാലാവസ്ഥ. ഏത് മൂഡ്? റീഡിംഗ് മൂഡ് തന്നെ. ഓടി ഷെൽഫിലോട്ട് നോക്കിയപ്പോൾ ബുക്സൊക്കെ ഉണ്ട്, പക്ഷേ ഏത് വായിക്കുന്ന ഒരു കൺഫ്യൂഷൻ. ഈ മഴയത്ത് കുറച്ച് റൊമാൻറ്റിക് മൂഡല്ലേ നല്ലത്. പെട്ടെന്നൊന്ന് പുറത്ത് പോകാനൊരു പ്ലാൻ ഉണ്ടായി. വീട്ടിലെല്ലാവരും ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. സോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സോ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായവാലയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ചായ ലവർ അല്ലാന്ന്. വീട്ടിൽ നിന്ന് ചായ കുടിക്കാറേ ഇല്ല. ആരെങ്കിലുമൊക്കെ ഒഴിച്ച് ഗ്ലാസ്സിൽ ഫ്രണ്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഇതെങ്ങനെ വേണ്ടാന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കുടിക്കുമല്ലോ, അങ്ങനത്തെ ഇത് തന്നെയാണ് പ്രശ്നം. ഈ ഒരു കിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ആ ടൈപ്പ് ഓഫ് കുടി മാത്രമേ എനിക്കുള്ളൂ. കുടി എന്ന് വെച്ചാൽ മറ്റേ കുടിയല്ല, ചായ കുടി തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഉമ്മമാക്ക് അൽഷിമേഴ്സിൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു കേട്ടോ. ആളിപ്പോൾ ഇല്ല, പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ മക്കളെപ്പോലും പ്രസവിച്ച് നമ്മളെ മക്കളെപ്പോലും ആരാണെന്ന് അറിയാത്തൊരവസ്ഥ.